ഒരു രാജ്യം ഒരു പെൺകുട്ടിക്ക് വേണ്ടി അവരുടെ ഒരു റെയിൽവേ സ്റ്റേഷൻ വർഷങ്ങളോളം പ്രവർത്തിപ്പിച്ചു. കേൾക്കുമ്പോൾ ഒരു സിനിമാ കഥ പോലെ തോന്നും. പക്ഷേ ജപ്പാനിൽ ഇത് ശരിക്കും നടന്ന സംഭവമാണ്. ജപ്പാനിലെ ഹൊക്കൈഡോയിലുള്ള കാമി ഷിരറ്റാക്കി എന്ന റെയിൽവേ സ്റ്റേഷൻ. യാത്രക്കാർ കുറവായതുകൊണ്ട് വലിയ നഷ്ടത്തിലായിരുന്നു ഈ സ്റ്റേഷൻ. അതുകൊണ്ട് തന്നെ 2012 റെയിൽവേ അധികൃതർ ഈ സ്റ്റേഷൻ എന്നേക്കുമായി അടച്ചുപൂട്ടാൻ തീരുമാനിച്ചു. എന്നാൽ ആ തീരുമാനത്തിന് മുന്നിൽ ഒരു തടസ്സമുണ്ടായിരുന്നു. ആ സ്റ്റേഷനിൽ നിന്ന് എന്നും സ്കൂളിൽ പോകുന്ന കാനാ ഹരാദ എന്ന ഒരേ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾക്ക് സ്കൂളിലെത്താൻ മറ്റു വഴികളില്ലെന്ന് അറിഞ്ഞപ്പോൾ ജപ്പാൻ സർക്കാർ എടുത്ത തീരുമാനം ലോകത്തെ ആകെ ഞെട്ടിച്ചു. അവളുടെ പഠനം പൂർത്തിയാകുന്നത് വരെ, അതായത് അവൾ ഗ്രാജുവേറ്റ് ആകുന്നത് വരെ ആ സ്റ്റേഷൻ നിലനിർത്താൻ അവർ തീരുമാനിച്ചു. അവളുടെ സ്കൂൾ സമയത്തിനനുസരിച്ച് ട്രെയിൻ സമയവും ക്രമീകരിച്ചു. വെറും സർക്കാർ തീരുമാനം മാത്രമല്ല ഇതിന് പിന്നിലുണ്ടായിരുന്നത്. ആ സ്റ്റേഷനിൽ അവൾക്ക് കാത്തിരിക്കാൻ നാട്ടുകാർ ചെറിയൊരു വിശ്രമമുറി ഒരുക്കിയിരുന്നു. കഠിനമായ മഞ്ഞുവീഴ്ചയുള്ള സമയങ്ങളിൽ നാട്ടുകാർ തന്നെ ആ സ്റ്റേഷൻ പരിസരം വൃത്തിയാക്കി നൽകുകയും ചെയ്തിരുന്നു. 2016 മാർച്ച് 26 കാനിയുടെ ഗ്രാജുവേഷൻ. അന്ന് വൈകുന്നേരം അവൾ അവസാനമായി ആ ട്രെയിനിൽ നിന്നിറങ്ങിയപ്പോൾ അവൾക്ക് നന്ദി പറയാനും സ്റ്റേഷനോട് യാത്ര പറയാനും വലിയൊരു ജനക്കൂട്ടം തന്നെ അവിടെ എത്തിയിരുന്നു. ഈ സ്റ്റേഷൻ എനിക്ക് നൽകിയ സ്നേഹത്തിന് നന്ദി എന്ന് എഴുതിയ ബോർഡുകൾ അവിടെ ഉയർന്നിരുന്നു. ലാഭത്തേക്കാൾ വലുത് ഒരു പെൺകുട്ടിയുടെ സ്വപ്നമാണെന്ന് ആ രാജ്യം അന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തു.